Good morning to all. My name is Shamla Sharin. I am a third year BCom student from Amal College. Today I would like to discuss a question from taxable salary in income tax. Let's move on to the PPT. Mr. X has the following salary structure. Basic pay 10,000 per month, commission 2,000, it is fixed. DA 1,000 per month, entertainment allowance 2,000 per month. X contributes 20,000 to Provident Fund. Employer also makes a matching contribution. Here in the question, there is a salary structure of Mr. X. X contributes 20,000 to Provident Fund and the employer also contributes same amount as X. Compute gross salary of if. There is three conditions in the question. First condition is Mr. X is a government employee and such provident fund is a statutory provident fund. And second condition is Mr. X is an employee of Y Limited and such fund is a recognized fund. And third condition is Mr. X is an employee of Z Limited and such fund is an unrecognized fund. ഈ ക്വസ്റ്റ്യനിൽ 3 കേസാണുള്ളത്. കേസ് എ, ബി, സി. ഈ 3 കേസിലും ബേസിക് പേ, അലവൻസസ്, കമ്മീഷൻ മൂന്നും സെയിം എമൗണ്ടാണ് വരുന്നത്. ഇതെല്ലാം പെർ മന്തിലാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി അത് ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ബേസിക് പേ. ബേസിക് പേ എന്ന് പറയുന്നത് 10,000 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ 10,000 പെർ മന്താണത്. അത് ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 10,000 ഇൻറ്റു 12 ചെയ്യണം. 1,20,000 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് കമ്മീഷനാണ്. കമ്മീഷൻ വന്നിട്ടുള്ളത് 2,000 ആണ്. അത് സെയിം എമൗണ്ട് തന്നെയാണ്, ഇയറിലുള്ള എമൗണ്ട് തന്നെ തന്നിട്ടുള്ളത്. അടുത്തത് പറയുന്നത് അലവൻസസ് ആണ്. 2 അലവൻസസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഡിയറൻസ് അലവൻസ് ആണ്. ഡിയറൻസ് അലവൻസ് വന്നിട്ടുള്ളത് 1,000 പെർ മന്ത് ആണ്. അത് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1,000 ഇൻറ്റു 12 വെച്ച് ചെയ്യുമ്പോൾ 12,000 ആണ് ഒരു ഇയറിൽ കിട്ടുന്നത്. അടുത്ത അലവൻസ് എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് വന്നിട്ടുള്ളത് 2,000 പെർ മന്ത് ആണ്. ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2,000 ഇൻറ്റു 12 ചെയ്യാം. 24,000 ആണ് നമുക്ക് ഡിയറൻസ് അലവൻസ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ഇനി അടുത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. ഫസ്റ്റ് കേസിൽ കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് സെയിം 20,000 തന്നെയാണ്. അത് അതുപോലെ ജസ്റ്റ് ചെയ്താനേ ഉള്ളൂ, വേറെ കാൽക്കുലേഷൻസ് ഒന്നും അതിൽ വരുന്നില്ല. കേസ് ബിയിൽ നമ്മുടെ സെക്കൻഡ് കണ്ടീഷനിൽ പറയുന്നുണ്ട് മിസ്റ്റർ എക്സ് വൈ ലിമിറ്റഡിലെ ഒരു എംപ്ലോയി ആണ്. അയാളുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ആവുമ്പോൾ എംപ്ലോയർക്ക് 12% സാലറി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ടാക്സബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് കണ്ടീഷൻസ് വരുന്നുണ്ട്. അതിന് മുന്നേ പ്രൊവിഡൻറ്റ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാലറിയിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യും നമ്മൾ. ഫസ്റ്റ് വണ്ണാണ് ബേസിക് പേ. ഇവിടെ ബേസിക് പേ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഡിയറൻസ് അലവൻസ് ആണ്. കമ്മീഷൻ ഇതിൽ വരില്ല, കാരണം ഇത് ഫിക്സഡ് ആണ്. ഫിക്സഡ് പെർസെൻറ്റേജ് ഫിക്സഡ് ഓൺ ടേൺ ഓവർ അങ്ങനെ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫിക്സഡ് കമ്മീഷനാണ് തന്നിട്ടുള്ളത്, അപ്പോൾ അത് വേണ്ട. ബേസിക് പേ 1,20,000 ആണ്. ഡിയറൻസ് അലവൻസ് 12,000 ആണ്. രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ടുമ്പോൾ കിട്ടുന്നത് 1,32,000 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 1,32,000-ൻ്റെ 12% കാണണം. 1,32,000 ഇൻറ്റു 12/100 ചെയ്യുമ്പോൾ നമുക്ക് അതിന് 12% കിട്ടും. നമുക്കത് നോക്കാം. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 50,840 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അത് നമ്മളവിടെ എഴുതുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ, ടോട്ടൽ ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയർ എത്രയാണെന്നുള്ളത് നമ്മൾ എഴുതുകയാണ്. ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയർ എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 20,000-ന്ന് നമ്മുടെ
നമുക്ക് കിട്ടിയ ആൻസർ ഉണ്ടല്ലോ, സാലറിയിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ 50,840, അത് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 4,160 ആണ്. അതാണ് നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് കേസിൽ വരുന്ന കണ്ടീഷനിൽ വരുന്ന കാൽക്കുലേഷൻ. തേർഡ് കേസിലും പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് ഒന്നും വരുന്നില്ല, സെയിം ജസ്റ്റ് എമൗണ്ട് മാത്രമേ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിന് നമുക്ക് ടാക്സബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതിന് ടാക്സബിൾ അല്ലാത്തതുകൊണ്ട് സെയിം എമൗണ്ട് തന്നെയാണ്, അത് നമുക്ക് കാൽക്കുലേഷൻസിൽ വരില്ല. ഇനി നമുക്ക് ഈ ചെയ്തതിൻ്റെ ഫുൾ എമൗണ്ടുകൾ മാത്രം നമ്മളെ ടാബുലർ ഫോമിലേക്ക് മാറ്റാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ സാലറി ഓഫ് മിസ്റ്റർ എക്സ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 24-25. ഇതാണ് നമ്മളുടെ ടാബുലർ ഫോമിൻ്റെ ഫോർമാറ്റ്. അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ബേസിക് പേ ആണ് എഴുതുന്നത്. ബേസിക് പേ നമുക്ക് കിട്ടിയത് 3 കേസിലും 1,20,000 ആണ്. അത് 3 കേസിലും നമ്മൾ എഴുതി വെക്കുക. നമ്മുടെ സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് കമ്മീഷനാണ്. കമ്മീഷൻ വന്നിട്ട് നമുക്ക് 3 കേസിലും സെയിം ആണ്. അത് എത്രയെന്ന് വെച്ചാൽ 2,000 ആണ്. അത് 3 കേസിലും 2,000 നമ്മൾ എഴുതുക. തേർഡ് വരുന്നത് നമുക്ക് അലവൻസസ് ആണ്. അതിൽ ഫസ്റ്റ് അലവൻസ് എന്ന് പറയുന്നത് ഡിയർനെസ് അലവൻസ് ആണ്. ഡിയർനെസ് അലവൻസും 3 കേസിലും സെയിം തന്നെയാണ്. നമുക്ക് 3 കേസിലും കിട്ടിയിട്ടുള്ളത് 12,000 തന്നെയാണ്. അപ്പോൾ നമ്മൾ 3 കേസിലും 12,000 തന്നെ എഴുതി വെക്കുകയാണ്, മാറ്റമൊന്നുമില്ല. നമുക്ക് അലവൻസസ് വരെ നമുക്ക് 3 കേസിലും സെയിം എമൗണ്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. അടുത്ത അലവൻസസ് എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ്. അതും നമുക്ക് 3 കേസിലും സെയിം ആണ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് വന്നിട്ടുള്ളത് നമുക്ക് 24,000 ആണ്. അപ്പോൾ നമുക്കത് 3 കേസിലും 24,000 ചെയ്യാം. 3 കേസിലും 24,000 എഴുതിയിട്ടുണ്ട്. ഇനി അടുത്താണ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മളെ 3 കണ്ടീഷൻസ് ബേസിൽ നമ്മൾ എഴുതുന്നത് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട്. അത് ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞു നമുക്ക് ടാക്സബിൾ അല്ല. ഫസ്റ്റ് കേസ് വരുന്നത് നമുക്ക് ഗവൺമെൻറ് മിസ്റ്റർ എക്സ് എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. ബട്ട് ഹിസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് എംപ്ലോയറിൻ്റെ കേസിൽ നോട്ട് ടാക്സബിൾ ആണ്. സോ അതവിടെ നമുക്ക് നില്ലായിട്ട് കാണിക്കാം. സെക്കൻഡ് കേസിൽ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 4,160. അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് നമ്മൾ കാൽക്കുലേഷനിൽ കാണിച്ചു. ഇനി തേർഡ് കേസിലും സെയിം നമുക്ക് കണ്ടീഷൻ വന്നിട്ടുള്ളത് മിസ്റ്റർ എക്സ് ഈസ് ആൻ എംപ്ലോയി ഓഫ് സെഡ് ലിമിറ്റഡ് ആൻഡ് ഹിസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഈസ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടാക്സബിൾ അല്ല. അപ്പോൾ അത് നില്ലായിട്ട് കാണിച്ചാൽ മതി. അത് നമ്മൾ നീലായിട്ട് കാണിക്കുകയാണ്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഗ്രോസ് സാലറിയാണ്. ഇതിൻ്റെ എല്ലാം ടോട്ടലാണ് നമ്മൾ ചെയ്യേണ്ടത്. കേസ് എൻ്റെ ടോട്ടൽ വരുന്നത് 1,58,000. കേസ് ബിൻ്റെത് ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ എന്ന് പറയുന്നത് 1,62,160 ആണ്. തേർഡ് കേസിലും സെയിം എമൗണ്ട് തന്നെയാണ്. ഫസ്റ്റ് കേസിൻ്റെ 1,58,000 തന്നെയാണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.